തിരുവനന്തപുരം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ സ്വർണം കാണാതായ സംഭവത്തിൽ ക്ഷേത്ര ജീവനക്കാർക്ക് നുണ പരിശോധന വരുന്നു. ഇതിനായി പോലീസ് കോടതിയിൽ അപേക്ഷ കൊടുത്തു. 108 പവൻ സ്വർണം കാണാതായ ശേഷം ക്ഷേത്രമുറ്റത്ത് നിന്ന് തിരിച്ചു കിട്ടി. അതുകൊണ്ടാണ് ഈ നുണ പരിശോധനയിലേക്ക് പോകുന്നത്. ഷെബീദ് റാവുത്തർ കൂടുതൽ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷെബീദ്, ഗുഡ് മോർണിംഗ്. വിവരങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട വിവാദം നമ്മൾ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്വർണ്ണദണ്ഡ് അത് കാണാതായതിനു ശേഷം അത് മണ്ണിൽ പൊതിഞ്ഞ രീതിയിൽ പിന്നീട് പോലീസ് അന്വേഷണം നടക്കുമ്പോൾ കണ്ടുകിട്ടിയിരുന്നു. ഇതിലാണ് തിരുവനന്തപുരം സിറ്റി പോലീസിന് ഇപ്പോൾ ചില സംശയങ്ങളുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ DCPയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടത്തി വരുന്നത്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ജീവനക്കാർക്ക് നുണപരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. 8 ജീവനക്കാരെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നീക്കം. ഇതിനായി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ പോലീസിന്റെ സംശയങ്ങൾ ഉറപ്പിക്കുന്ന ചില CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു സൂചനയായി പുറത്തു വരുന്നുണ്ട്. വടക്കേ നടക്കകത്ത് നവീകരണ ജോലികൾ നടക്കുന്ന സ്ഥലത്തിന് സമീപത്ത് നിന്നാണ് സ്വർണം കണ്ടത്. ഈ സ്വർണം സൂക്ഷിക്കുന്ന സുരക്ഷാ മുറിക്കും അറ്റകുറ്റപ്പണി നടക്കുന്ന സ്ഥലത്തിനും ഇടയിലാണ് ഈ ദണ്ഡ് കിടന്നത്. ഈ ശ്രീകോവിലിന് മുന്നിലെ വാതിലിൽ പഴയ സ്വർണ്ണത്തകിട് മാറ്റി പുതിയത് പൊതിയുന്ന ജോലികൾ നടക്കുകയാണ്. തൽക്കാലത്തേക്ക് നിർത്തിവെച്ച ജോലി പുനരാരംഭിച്ചപ്പോഴായിരുന്നു ഈ സ്വർണ്ണദണ്ഡ് കാണാനില്ല എന്നുള്ള വിവരം കണ്ടെത്തുകയും അറിയുകയും പിന്നീട് പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും അസാധാരണമായ ഒരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഔദ്യോഗികമായിട്ടൊരു വാർത്താ സമ്മേളനം ഇന്ന് 10 മണിക്ക് നടക്കാനിരിക്കുകയാണ്. അതിൽ ഈ ക്ഷേത്രത്തിന്റെ ഇക്കാര്യത്തിലെ നിലപാടടക്കമുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ വിശദീകരിച്ചേക്കും. SK.